نحمده ونستعينه ونؤمنه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له من يشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن الخير كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أن يحب أحدكم يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോടായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. പരദൂഷണം എന്നാൽ എന്താണ് എന്നറിയുമെന്ന് ചോദിച്ചു. സഹാബിമാര് മറുപടി കൊടുത്തത്, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുക എന്ന മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. പ്രവാചകന് അതിന് വിശദീകരണം കൊടുക്കുക. പരദൂഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പറ്റി അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം പറയലാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഒരു സഹാബി തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണെങ്കിലോ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞ മറുപടി, ഉള്ളത് പറയലാണ് പരദൂഷണം, ഇല്ലാത്തത് പറയല് കളവാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. റമദാൻ മാസം നമ്മോട് വിട പറയുകയാണ്. യഥാർത്ഥത്തിൽ റമദാൻ നമ്മോട് വിട പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം റമദാൻ മാസം എന്ന് പറയുന്നത് ഈ ലോകാവസാനം വരെ, ഈ ലോകം എത്ര കാലം നിലനിൽക്കുമോ അതുവരെ റമദാൻ എന്ത് ചെയ്യും? വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അടുത്ത ഒരു റമദാനിലേക്ക് ഞാനോ നിങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അപ്പൊ യഥാർത്ഥത്തിൽ വിട പറയുന്നത് നമ്മളാണ്. റമദാനിനോട് നമ്മൾ വിട പറയാൻ പോവുകയാണ്. അടുത്തൊരു റമദാനിന് നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല. ഈ റമദാനോട് കൂടി അല്ലെ, റമദാനിന്റെ തലേ ദിവസം വരെ നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? റമദാൻ തുടങ്ങിയ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? നമ്മൾ നിർത്തിയിട്ടുണ്ടാകും. റമദാൻ തുടങ്ങിയ സമയം മുതൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഭക്ഷണം ഒഴിവാക്കി, രാവിലെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയത് കൂട്ടത്തില് നമ്മൾ ചെയ്തു പോന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ചില തിന്മകൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം തെറ്റാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? റമദാൻ മാസമാണ്, നോമ്പ് നോൽക്കാനുള്ളതാണ്, നോമ്പ് മുറിയരുത് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? പല തിന്മകളും തെറ്റുകളും നമ്മളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു സൂക്ഷ്മതയിൽപ്പെട്ട ഒരു സൂക്ഷ്മതയാണ് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മള് റമദാൻ മാസം ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നാവിനെ വല്ലാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുവരെ നമ്മൾ ഒരുപക്ഷെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൂട്ടം കൂടിയിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? കളിയാക്കി സംസാരിച്ചിട്ടുണ്ടാകും.
അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള സംസാരങ്ങൾ നമ്മളടുത്ത് വന്നിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ റമളാനോട് കൂടി എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ഇനി പെരുന്നാളോടുകൂടി നമ്മളത് തുടങ്ങും എന്നുള്ളതാണ് മനുഷ്യന്മാരെന്ന നിലക്ക് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമായിക്കൊണ്ട് കാണുന്നത്. റമളാൻ നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ആ റമളാനിന്റെ കൂടെ തന്നെ നമ്മൾ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള, നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഈ ദുശീലങ്ങൾ എന്ത് ചെയ്യാണ്? അത് നമ്മളിലേക്ക് കയറി വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നോമ്പൊക്കെ വെറുതെ അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് ഒരു മാസക്കാലം നോമ്പ് അനുഷ്ഠിച്ചത് നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ റമളാൻ മാസം മുഴുവനും നമുക്കൊരു ട്രെയിനിങ് ടൈം ആക്കിയിട്ട് തന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. നമ്മൾ റമളാൻ മാസം തുടങ്ങിയപ്പോൾ നമ്മുടെ നാവിനെ നമ്മൾ വല്ലാതെ നിയന്ത്രിച്ചു. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോകുമ്പോൾ നമ്മൾ 2 വട്ടം ആലോചിക്കുകയാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞാൽ എന്റെ നോമ്പിനെ ബാധിക്കുമോ എന്നുള്ളത് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നാവിനെ നിയന്ത്രിച്ചു വെക്കുന്നു, നമ്മുടെ സംസാരങ്ങൾ കുറയ്ക്കുന്നു, അല്ലേ? അപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് ആര്? അല്ലാഹു തആല. അതുകൊണ്ടാണ് നോമ്പ് പിന്നെ റമളാൻ മാസത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതൊരു കാരണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിശ്വാസിയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അങ്ങേയറ്റം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്, ഒരിക്കല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കഅബക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കഅബയോടായിട്ട് ഇങ്ങനെ പറയാണ്, കഅബമേ, നീ എത്ര പരിശുദ്ധമാണ്, നിന്റെ അഭിമാനം എത്ര പവിത്രമാണ്. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. റസൂൽ പറഞ്ഞിട്ടുള്ള കഅബ എത്രത്തോളം പരിശുദ്ധമാണ്, പവിത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിന്റെ അടുക്കല് നിന്റെ അഭിമാനത്തെക്കാൾ പവിത്രമാണ് ഒരു വിശ്വാസിയുടെ അഭിമാനവും രക്തവും ധനവും എന്ന് പറയുകയാണ്. ആ അഭിമാനമാണ് നമ്മൾ പലപ്പോഴും പല ആളുകളെയും കുറിച്ച് ചിലപ്പം കളിയാക്കി പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇല്ലാതാക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസിയുടെ അഭിമാനത്തെ നമ്മൾ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന 2 വാക്കുകളാണ് ഈ ഗീബത്ത്, നമീമത്ത് എന്നൊക്കെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ള ഒരു കാര്യം ഉണ്ട്. ലാ യദ്ഖുലുൽ ജന്ന നമ്മാം എന്ന് പറഞ്ഞത്. നമീമത്ത് പറയുന്ന അഥവാ ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തു മസദ്. അതിലുള്ള ഒരു ആയത്ത്, വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്തബ്, വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്തബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും നരകത്തിൽ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് മക്കയില് ഖുറൈശികളുടെ കൂട്ടത്തില് അങ്ങേയറ്റം സമ്പന്നതയിൽപ്പെട്ട ആളായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള അബൂലഹബും അതുപോലെ തന്നെ അബൂലഹബിന്റെ ഭാര്യയും. അങ്ങേറ്റം സമ്പന്നരായിരുന്നു, തറവാടികളായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും വിറക് ചുമട്ടുകാരി എന്നുള്ള ഒരു പേര് വരാൻ കാരണം? അറബികൾക്കിടയിൽ ഈ ഏഷണി പറഞ്ഞു നടക്കുന്ന അഥവാ ആളുകളെ പറ്റി അതും ഇതും പറഞ്ഞ് അവിടെയും ഇവിടെയും ഓരോന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അറബികൾക്കിടയിൽ ഒരു പ്രയോഗമുണ്ട്, അവൻ അല്ലെങ്കിൽ അവൾ അവളുടെ വിറക് ശേഖരിക്കാൻ തുടങ്ങി എന്നുള്ളത്. ഇത് അറബികൾക്ക് ഇടയിലുള്ള ഒരു പ്രയോഗമാണ്, ഏഷണി പറഞ്ഞു നടക്കുന്ന ആളുകൾക്കിടയിലുള്ള. ഇതന്നെയാണ് അല്ലാഹു തആല ഖുർആനിലൂടെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു വാക്ക് എന്ന് പറയുന്നത്, വിറക് ചുമട്ടുകാരിയായിട്ടുള്ള. അപ്പം ഏഷണി പറഞ്ഞു നടക്കുക, ഏഷണി എന്ന് പറഞ്ഞാൽ പരദൂഷണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യനെ പറ്റി ഉള്ളത് പറയല്, അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും അത് ഉള്ളതാണെങ്കിലും അത് പറഞ്ഞു നടക്കല് പരദൂഷണമാണ്. ഏഷണി എന്ന് പറഞ്ഞാൽ 2 ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ 2 സമൂഹങ്ങൾക്കിടയിൽ അവരുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുകയും ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പോയി പറയുകയും അങ്ങനെ അവിടെയും ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പരസ്പരം പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കാനാണ് ഏഷണി എന്ന് പറയുന്നത്. ഇത് രണ്ടും നാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന 2 കാര്യങ്ങളാണ് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കല് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ കൂട്ടത്തില്
സഫിയ റളിയല്ലാഹുഅൻഹയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആയിഷ ബീബി എന്ത് ചെയ്യാണ്, ഒരു പ്രയോഗം നടത്തി. കുള്ളത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു. സഫിയ റളിയല്ലാഹു വലുപ്പം കുറച്ച് കുറവുള്ള, ഉയരം കുറവുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആയിഷ ബീബി എന്ത് ചെയ്യാണ്, റസൂലിനോട് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയതാണ്. കളിയാക്കാൻ വേണ്ടിയിട്ടോ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ പറഞ്ഞതല്ല. പക്ഷേ ആ ഒരു വാക്ക് കേട്ടപ്പോ പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ, ലഖദ് ഖുൽതി കലിമതൻ, നീ ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ലോ, ലമുസിജത് ഫി മാഇൽ ബഹർ, ഞാനതെങ്ങാനും കടലിൽ കൊണ്ടുപോയി കലക്കി കഴിഞ്ഞാൽ ലമസജത്ഹു, അത് നിനക്ക് കലങ്ങുന്നത് കാണാമായിരുന്നു, കടലിലെ വെള്ളം കലങ്ങി പോകുന്നത് കാണാമായിരുന്നു പറഞ്ഞത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കുള്ളത്തി എന്നുള്ള വാക്ക് പ്രയോഗിച്ചതിന്റെ പേരിൽ പ്രവാചകൻ ആയിഷ ബീബിയോട് പറയാണ്, നീ ഇപ്പൊ പറഞ്ഞ വാക്കെങ്ങാനും ഞാൻ കടലിൽ കൊണ്ടുപോയി കലക്കിയാല് ആ കടല് മലിനമാകുന്നത് നിനക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ എത്ര കടലുകൾ മലിനമാക്കാനുള്ള വാക്കുകൾ ദിവസവും നമ്മുടെ നാവുകളിൽ വന്നു പോകുന്നുണ്ട് അല്ലേ? ഒരാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളുണ്ട്. ഒന്ന് ഉയരം കുറഞ്ഞാല് ഉയരം കൂടിയാല്, ഒന്ന് തടി കൂടിയാല് തടി കുറഞ്ഞാല്, നിറം കുറഞ്ഞാല് നിറം കൂടിയാല് ഒക്കെ നമ്മൾ ഓരോ ആളുകളെയും വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ആ ഓരോ വാക്കുകളും നമ്മൾ കടലിൽ കൊണ്ടുപോയി കലക്കി കഴിഞ്ഞാൽ അത് മലിനമാകാൻ അത് മതി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, നമ്മളെ അറിയാതെയാണെങ്കിൽ പോലും അല്ലെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ സജീവമായിട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇൻസ്റ്റഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും നമ്മൾ കാണുന്ന ഒരുപാട് വാർത്തകളുണ്ട്. പല ആളുകളെ കുറിച്ചും അതിൽ പല വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ എന്ത് ചെയ്യാണ്, കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ഷെയർ ചെയ്ത് വിടുകയാണ്. ഇതും ഒരു പരദൂഷണമാണ്. ഒരാളെ പറ്റി അയാളെ എന്താണ് പറഞ്ഞതെന്ന് പോലും നമ്മൾ നോക്കാതെ, അത് ഏത് കാര്യത്തിലും ആയിക്കോട്ടെ, രാഷ്ട്രീയത്തിലായിക്കോട്ടെ, പ്രത്യേകിച്ച് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. രാഷ്ട്രീയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കുറ്റങ്ങളുണ്ടാകും. ആ കുറ്റങ്ങളിലൊക്കെ ഞാൻ പങ്കാളിയാണ് എങ്കിൽ, ഞാൻ അത് പറഞ്ഞു നടക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധം നമുക്ക് വേണം. ഇനി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്കുള്ള പ്രശ്നം എന്താണ്? ഇപ്പൊ ഇതിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോയാല് എന്താണ് ഇപ്പൊ ഇതിന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്നുള്ളതാണ്. ഒരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദ്യം ചോദിച്ചു, അത്തദ്റൂന മൽ മുഫ്ലിസ്, മുഫ്ലിസ് എന്ന് പറഞ്ഞ ആരാന്ന് അറിയോ ചോദിച്ചു. മുഫ്ലിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് പാപ്പരായി പോയ ആളുകൾ ആരാണെന്ന് അറിയോ ചോദിച്ചു. സഹാബിമാര് മറുപടി പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന, നമുക്കിടയിലുള്ള പാപ്പർ എന്ന് പറയുന്നത് മല്ലാ ദിർഹം ലഹ, അവരുടെ കയ്യിൽ എന്തുണ്ടാവില്ല, ഒരു പൈസ ഉണ്ടാവില്ല, വലാ മത്താ, അവർക്ക് എന്തുണ്ടാവില്ല, ജീവിക്കാനുള്ള യാതൊരു മാർഗവും ഇല്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, വീടില്ല, പാർപ്പിടങ്ങളില്ലാത്ത ആളുകളെയാണ് നമ്മൾ പാപ്പരായി പോയവരെന്ന് പറയാം. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലും അത് തന്നെയാണ് വരിക. പാപ്പരായിരുന്നവർ കേൾക്കുമ്പോൾ ഒന്നുമില്ലാത്ത മനുഷ്യരെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഓർക്കുക. എന്നിട്ട് പ്രവാചകൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തില്, എന്റെ സമുദായത്തിൽപ്പെട്ട പാപ്പൻ എന്ന് പറയുന്നവർ ആരാന്നറിയെന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, യഅതി യൗമുൽ ഖിയാമ, നമ്മൾ ശരിക്കും കേൾക്കണം, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മളെ കുറിച്ചാണ് ഇനി പറയുന്നത്. യഅതി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന സമയം ഒരു മനുഷ്യൻ എഴുന്നേൽക്കും. അവന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവും അറിയോ? അവൻ എന്തൊക്കെ കൊണ്ടുവരും? ബിസ്വലാത്തി വസിയാമി വസകാത്തി, അവന് നമസ്കരിച്ചിട്ടുണ്ടാകും, നോമ്പ് നോറ്റിട്ടുണ്ടാകും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടാകും. ഒരു പക്ഷേ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്ന ഒരാളായിരിക്കും, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്ന മനുഷ്യനായിരിക്കും, എല്ലാ വർഷവും റമദാൻ മാസത്തിൽ നിർബന്ധമായിട്ടുള്ള നോമ്പ് അത് മുഴുവനും നോറ്റ് സുന്നത്ത് നോമ്പുകൾ അടക്കം നോൽക്കുന്ന ഒരു മനുഷ്യനായിരിക്കും ആ മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ? സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ് അല്ലെ? എല്ലാ സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആ മനുഷ്യന് അതിന്റെ കൂടെ ചില കാര്യങ്ങൾ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ആ മനുഷ്യന് ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വേദനിപ്പിച്ചിട്ടുണ്ടാവും. ചില ആളുകളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു നടന്നിട്ട്, അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞു നടന്നിട്ടുണ്ടാവും. ചില ആളുകളെ പറ്റി ഏഷണി പറഞ്ഞു നടന്നിട്ടുണ്ടാകും. ചില ആളുകളെ അവൻ ശകാരിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില കുറ്റങ്ങള്, തിന്മകൾ കൂടെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്.
എന്നിട്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് വന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാന്റെ കോടതിയിൽ എന്ത് ചെയ്യാണ്, വിചാരണയ്ക്ക് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് നോക്കുമ്പോൾ എല്ലാ നന്മകളുമുണ്ട്. അതിന്റെ കൂടെ ചില ആളുകളെ പറ്റി പരദൂഷണം പറഞ്ഞതും, ചില ആളുകളെ വേദനിപ്പിച്ചതും, ചില ആളുകളെ മോശമായി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അള്ളാഹ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ? അവന്റെ നന്മയിൽ നിന്നും എന്ത് ചെയ്യും, അവൻ പറയപ്പെട്ട അല്ലെങ്കിൽ അവൻ പരദൂഷണം പറയപ്പെട്ട ആ മനുഷ്യനെ എന്ത് ചെയ്യും, ഇവൻ ചെയ്ത നന്മകൾ ഇങ്ങനെ ഓരോന്നും എടുത്തു കൊടുക്കും. അഥവാ അവൻ നമസ്കരിച്ചിട്ടുള്ള നമസ്കാരം, അവൻ നോറ്റിട്ടുള്ള അവന്റെ നോൻപ്, അവൻ കൊടുത്തിട്ടുള്ള അവന്റെ ജക്കാത്ത്, അതിങ്ങനെ ഓരോന്നുമായിട്ട് എന്ത് ചെയ്യും, അവൻ പറഞ്ഞതിന്റെ തോതനുസരിച്ച് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഇവന്റെ നന്മകൾ മുഴുവൻ തീർന്നുപോയി. അവൻ ചെയ്ത എല്ലാ നന്മകളും തീർന്നു, ഇനിയും ബാക്കിയാണ്. അവൻ ശകാരിച്ചിട്ടുള്ള, അവൻ വേദനിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇനിയും ബാക്കിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവർ ചെയ്തിട്ടുള്ള തിന്മ എന്ത് ചെയ്യും, ഇവനിലേക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചു, നമസ്കാരം കൃത്യമായി നിർവഹിച്ചു. പക്ഷേ നമ്മുടെ നാവ് കാരണം ചില ആളുകളെ നമ്മൾ വേദനിപ്പിച്ചതിന്റെ പേരിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ ഓരോന്നും ഇങ്ങനെ നമ്മളിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒരവസ്ഥ. നമ്മൾ ഈ ഇഹലോകത്ത് വെച്ചിട്ട് ഒരുപാട് സമ്പാദിച്ചു, നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് രാവും പകലുമില്ലാതെ ചെയ്ത നമ്മുടെ സമ്പാദ്യം ചില ആളുകൾ ഒരു ദിവസം വന്നിട്ട് നമ്മളിൽ നിന്ന് ഇങ്ങനെ നമ്മളോട് ചോദിക്കാതെ എടുത്തിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ അല്ലെ നോക്കൂ. നമ്മുടെ പണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നമ്മുടെ സ്വന്തം പണം എന്ത് ചെയ്യാണ് ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുക. എത്രത്തോളം പ്രയാസമായിരിക്കും നമുക്ക്. അതിനേക്കാളും നമ്മൾ പേടിക്കേണ്ടത് ഈ ഒരു കാര്യത്തെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നോമ്പ് നോറ്റ് നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് ദാനധർമ്മങ്ങൾ ചെയ്ത നമ്മുടെ നന്മകളുണ്ടല്ലോ, ആ നന്മകള് നമ്മുടെ നാവ് കാരണം മറ്റൊരാൾക്ക് നമ്മൾ ഇങ്ങനെ എടുത്തു കൊടുക്കുക എന്നാണ് അതിനർത്ഥം. അതായത് ഒന്നും ചെയ്യാതെ മറ്റൊരാൾ സ്വർഗത്തിൽ പോകും, എല്ലാം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നരകത്തിലേക്കും പോകേണ്ടി വരുമെന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും റമളാനോട് കൂടി അവസാനിക്കേണ്ടതല്ല. റമളാൻ കഴിഞ്ഞാലും ഇതേപോലെയാണ് അതിന്റെ ശിക്ഷ ലഭിക്കാനുള്ളത്. ആ ഒരു കാര്യം സദാസമയം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ഓരോ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ ആലോചിക്കണം, ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പരലോകത്തെത്തുമ്പോ എന്റെ നന്മ മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഓരോ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി ചില സന്ദർഭങ്ങളിൽ ഇനി ഇതിന്റെ ശിക്ഷ എന്താണെന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന പരദൂഷണങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ, നാളെ നരകത്തിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ ഇസ്രാ മിറാജ് യാത്രയിൽ സ്വർഗം നരകം ഇങ്ങനെ കാണിച്ചു കൊടുത്ത സന്ദർഭത്തിൽ നരകത്തിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് സ്വന്തം മുഖവും നെഞ്ചും ഇങ്ങനെ വലിച്ചു മാന്തി കീറുകയാണ്. സ്വന്തം മുഖവും നെഞ്ചും ഇങ്ങനെ വലിച്ചു കീറുക. ആ സമയത്ത് പ്രവാചകൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമയോട് ചോദിക്കുന്നുണ്ട്, മൻഹും, ആരാണ്, മൻഹും യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ആ കാണുന്ന ആ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, അവര് ഇഹലോകത്ത് വെച്ച് ദുനിയാവിൽ വെച്ചിട്ട് മറ്റുള്ള ആളുകളെ കുറിച്ച് വേണ്ടാത്തതും പറഞ്ഞു നടന്ന് അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയ ആളുകളാണ്. അവർക്കുള്ള ശിക്ഷയാണ് ഇവിടെ നരകത്തിലാ കിട്ടുന്നത് എന്നുള്ളതാണ്. സ്വന്തം നെഞ്ചും മുഖവും എന്ത് ചെയ്യാണ് നമ്മളിങ്ങനെ ചെമ്പിന്റെ നഖം കൊണ്ട് വലിച്ചു കീറുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ മാംസം തീറ്റിക്കുമെന്ന് പറയുന്നിട്ട് അതുപോലെ ഖബർ ശിക്ഷ വേറെയും. ഇങ്ങനെയുള്ള നമ്മൾ വളരെ നിസ്സാരമായിക്കൊണ്ട് കണക്കാക്കുന്ന, അല്ല ഒന്ന് കൂട്ടം കൂടുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ തമാശക്കൊക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ആ തമാശ അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ നമ്മളിൽ നിന്ന് നന്മകളെ ഊരിക്കൊടുക്കുന്ന, വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ചില സന്ദർഭങ്ങൾ നമുക്കിത് പറയേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ ചില ആളുകളെ കുറിച്ച് അറിയാവുന്നത് നമുക്ക് പറയേണ്ടി വരും. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ചിലപ്പോൾ ചില കല്യാണാലോചനകളൊക്കെ വരുന്ന സമയത്ത്, ചിലപ്പോൾ ചെക്കനെ കുറിച്ച് പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അത് കല്യാണം മുടക്കണം എന്നുള്ള ഉദ്ദേശമല്ല നമുക്കുണ്ടാവുക. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് കല്യാണം മുടക്കണം എന്നുള്ള ഉദ്ദേശത്തിനല്ല നമ്മളത് പറയേണ്ടത്. എന്നാൽ അവരുടെ ജീവിതം, മുമ്പോട്ടുള്ള കാര്യങ്ങൾ അതൊരു നന്മ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഉള്ളതാണ് എങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതികളിലോ പോലീസ് സ്റ്റേഷനിലൊക്കെ സാക്ഷി പറയുന്ന സന്ദർഭത്തിലൊക്കെ അവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കാനോ അയാളെ
പിന്നെ അയാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താനോ വേണ്ടിയിട്ടല്ല നമ്മൾ ആ പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു വാക്യം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. മൻകാന യുക്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലെ, ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് രണ്ട് വിശ്വാസങ്ങളാണ്. ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസവും മറ്റൊന്ന് പരലോകത്തിലുള്ള വിശ്വാസവും. ഈ രണ്ട് വിശ്വാസമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂല് പറയാണ്, ഒന്നെങ്കിൽ അവൻ നന്മ പറയട്ടെ, പറയുന്നത് നല്ല കാര്യങ്ങളാകട്ടെ, ഇല്ല എങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അപ്പൊ മിണ്ടാതിരിക്കുന്നതിലും ഇസ്ലാമിൽ എന്തുണ്ട്? പുണ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതല്ല എങ്കിൽ നന്മ മാത്രം പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊന്ന് പോലെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഒരു താക്കീത്, ഒരു കാര്യം പറയാം. ഇജ്തനിബു കസീറം മിനൽ ളൊന്ന്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മനുഷ്യന്മാരെന്നുള്ള നിലക്ക് നമ്മളൊക്കെ അടുത്തുനിന്ന് വന്നു പോകുന്ന ഒരു കാര്യമാണ് ഊഹിച്ച് പറയാന്നുള്ളത്. ചില കാര്യങ്ങളുടെ എന്തെങ്കിലും ഒരു ചെറിയ ഭാഗം കാണുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ഊഹിക്കും. ചിലപ്പോ നോമ്പ് കാലത്തൊക്കെ നമ്മൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ആളുകളൊക്കെ ഒരു ഹോട്ടലിലേക്ക് കയറുന്ന കണ്ടാൽ മതി. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി നമ്മൾ ഊഹിച്ചെടുക്കലാണ്. അവൻ നോമ്പ് പറ്റിട്ടില്ല, അവൻ ഭക്ഷണം കഴിക്കാൻ പോകും, ചിലപ്പം പൈസ ചില്ലറാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടോ പോയതായിരിക്കും. പക്ഷെ നമ്മൾ മനുഷ്യരെ നിലക്ക് അത് പിശാചിന്റെ ഒരു കുതന്ത്രം കൂടിയാണ്. പിശാച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു തോന്നിക്കലും കൂടിയാണ്. അപ്പൊ അള്ളാഹു പറയാണെന്ത്? ഇജ്തനിബു കസീറൻ മിനൽ ളൊന്ന്. നിങ്ങൾ ഊഹങ്ങളിൽ നിന്ന് പലതിനും നിങ്ങൾ ഒഴിവാക്കണം. കാരണം പറയുന്നത് എന്താ? ഇന്ന ബഅദൽ ളൊന്നി ഇസ്മൻ. ചില ഊഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പാപമാണ്, തെറ്റാണ്, തിന്മയാണ് എന്നുള്ള പറഞ്ഞു തരാണ്. അതിന്റെ കൂടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വലാ തജസ്സസു വലാ യഅതബ് ബഅദുകും ബഅദ. വലാ തജസ്സസു, ജാസൂസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ചാരവൃത്തികൾ അഥവാ ഏഷണി, അവിടെയും ഇവിടെയും കാര്യങ്ങൾ കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കല്, അത് നിങ്ങൾ ഒഴിവാക്കണം. വലാ യഅതബ് ബഅദുകും ബഅദ. നിങ്ങൾ മറ്റുള്ള ഒരാളെ പറ്റി എന്ത് ചെയ്യാൻ പാടില്ല? പരദൂഷണവും പറയാൻ പാടില്ല എന്ന് പറയാണ്. എന്നിട്ട് ഇതിന് അല്ലാഹു തആല നൽകുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. ഈ പരദൂഷണം പറയുന്നതിന് അല്ലാഹു തആല പറയുന്ന ഉദാഹരണം, അയ്യുഹിബ്ബ അഹദകും. അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോമാ? അയ്യകുല ലഹ്മ അഖീഹി മൈത. മരിച്ചു കിടക്കുന്ന നമ്മുടെ സഹോദരന്റെ ശരീരത്തിൽ നിന്നും ഇറച്ചിങ്ങനെ നുള്ളിയെടുത്തിട്ട് കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ സഹോദരൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ സഹോദരന്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ ഇറച്ചിങ്ങനെ നുള്ളിയെടുത്ത് നമ്മൾ കഴിക്കുന്നു ആലോചിച്ച് നോക്കൂ. അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പ്, ഒരു വെറുപ്പ് തോന്നൂലേ? അള്ളാഹു പറയുന്നത് അത് തന്നെയാണ്. ഫകരിഹ്തുമു, നിങ്ങളത് വെറുക്കുകയാണ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ഒരാളെ പറ്റി അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഇരട്ടപ്പേര് വിളിക്കാന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. പല പേരുകളും വിളിച്ച് കളിയാക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ മരിച്ചു കിടക്കുന്ന നമ്മുടെ സഹോദരന്റെ ശരീരത്തിൽ നിന്നും ഇറച്ചി ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ അതീവ സൂക്ഷ്മതയോട് കൂടി അല്ലെ, നമ്മൾ നാവ് കൊണ്ട് പറയുന്നില്ല എങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പരദൂഷണങ്ങൾ പരത്തുന്നുണ്ട്. നമ്മുടെ ഒരൊറ്റ ഷെയർ മതി, ലക്ഷക്കണക്കിന് ആളുകൾ ചിലപ്പോൾ അത് കാണും. ആ ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ അവരൊക്കെ അത് ഷെയർ ചെയ്തു പോകുമ്പോൾ നമ്മളിൽ നിന്നാണ് അത് തുടക്കമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അതിനുള്ള നാളെ മറുപടി പറയേണ്ടി വരും. നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ നന്മകളൊക്കെ അതുകൊണ്ട് ഇല്ലാതാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനുഷ്യന്മാര് നമ്മൾ അറിയാതെയെങ്കിലും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയൊക്കെ നമ്മൾ പരസ്പരം എങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരണം മറ്റൊരാൾക്ക് എന്റെ നാവ് കാരണം മറ്റൊരാൾക്ക് ഒരു വേദന സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, അള്ളാഹുവുമായിട്ടുള്ള കടമയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് മനുഷ്യർക്കിടയിലുള്ള കടമയാണ്. അഥവാ മനുഷ്യർ തമ്മിൽ പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹു ഒരിക്കലും പൊരുത്തു കൊടുക്കില്ല. അള്ളാഹുമായിട്ടുള്ള ബാധ്യതയും കടമയേക്കാൾ നമുക്ക് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പൊരുത്തപ്പെടിപ്പിക്കാം. അള്ളാഹ് അത് പുറത്തു വരും, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ. പക്ഷേ മനുഷ്യന്മാര് തമ്മിൽ, അവരിപ്പോ നമ്മൾ രണ്ടുപേര് തമ്മിൽ തെറ്റി നിൽക്കുകയാണെങ്കിൽ
അതിങ്ങനെ ഒരു പ്രയാസം കാരണമാണ് എങ്കിൽ അവർ തമ്മിൽ പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അള്ളാഹ് അവർക്ക് എന്തില്ല പുറത്തു കൊടുക്കൂലെന്നാ. അപ്പൊ നമ്മുടെയൊക്കെ ഉദ്ദേശം സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ഉദ്ദേശം സ്വർഗം കിട്ടണം എന്നുള്ളതാണ്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദുനിയാവിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാം. നമ്മൾ പോയി സലാം പറഞ്ഞു എന്ത് ചെയ്യാ? നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുണ്ട് എങ്കിൽ ആ പരസ്പരം സലാം പറഞ്ഞുകൊണ്ട് അവരോട് പൊറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുക. അങ്ങനെയുള്ള വിശ്വാസികളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരാൻ നമ്മൾ ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ മാസം അവസാനിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം? കുറെ അശ്രദ്ധയിലായിട്ടുണ്ടാകാം. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇനി വരുന്ന ദിവസം എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടിയിട്ട്, പരലോകത്തിന് വേണ്ടിയിട്ട്, സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതിനു പറ്റിയ ഏറ്റവും വലിയൊരു നല്ലൊരു മാർഗമാണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കാരക്കച്ചീളെങ്കിലും നിങ്ങൾ ദാനധർമ്മം ചെയ്തുകൊണ്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്ന്. കാരണം ദാനധർമ്മങ്ങൾ നമ്മുടെ തിന്മകൾ എങ്ങനെ കരിച്ചു കളയുന്ന പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാം, എബിലിറ്റി എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഫോർ ഡിസേബിൾഡ് പീപ്പിൾ എന്ന് പറയുന്നത്, അഥവാ അംഗവൈകല്യമുള്ള, കാഴ്ച പരിമിതർ ആയിട്ടുള്ള, കേൾവി ഇല്ലാത്ത, അങ്ങനെയുള്ള കുറെ ആളുകൾക്ക് ഒരു ആശ്രയമായിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സംഭവം നമുക്കറിയാം, പൊളിക്കലുണ്ട്, എബിലിറ്റി എന്ന് പറയുന്ന. അതിന്റെ കളക്ഷൻ ഡേ ആണ് ഇന്ന്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഓരോ രൂപയും നമ്മുടെ തിന്മകളിൽ നിന്ന്, നമ്മളെ തിന്മകളെ കരിച്ചു കളയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ നല്ല നെയ്യത്തോടു കൂടി, പ്രത്യേകിച്ച് അല്ലാഹു തആല യാതൊരു ലിമിറ്റ് വെക്കാത്ത അല്ലെ പുണ്യപ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുന്ന, നമുക്കറിയാം റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ പോലും 700 ഇരട്ടി വരെ നമുക്ക് എന്ത് ചെയ്യും? പല പുണ്യങ്ങൾക്കും അള്ളാഹു എന്ത് ചെയ്യും? നമുക്ക് പ്രതിഫലം തരുന്നുള്ളതാണ്. എന്നാൽ റമദാൻ മാസത്തിൽ അള്ളാഹ് പറയുന്നത്, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എത്ര പ്രതിഫലം നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തിക്കും എത്രത്തോളം പ്രതിഫലം ലഭിക്കും നമുക്ക് യാതൊരു പിടുത്തമില്ല. അതിനു മാത്രം നമുക്ക് വാരിക്കോരി തരുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ നൽകുന്ന ഓരോ ദാനധർമ്മങ്ങളും അത്തരത്തില് നല്ല നെയ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാം? ഇന്ന് പള്ളി ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ ഒരു ദാനധർമ്മം നമ്മൾ നിക്ഷേപിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങളുണ്ട് റബ്ബേ. അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരാം റഹ്മാനെ. അല്ലാഹുവേ, ഈ റമളാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുകയല്ല, ഞങ്ങൾ റമളാനിനോട് വിട പറയുകയാണ്. അതാ അടുത്തൊരു റമളാനിൽ ഞങ്ങൾ ഉണ്ടാകുമോ എന്നേ അറിയില്ല റഹ്മാനെ. ഈ റമളാനിന്റെ എല്ലാ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലവും കിട്ടുന്നവരുടെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരുടെ രോഗങ്ങളെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. അവരുടെ കടബാധ്യതകളെല്ലാം ദൂരീകരിച്ച് സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا رب.